സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ പണിമുടക്ക് ഇന്നു മുതൽ അടിസ്ഥാന വേതനം 40,000 രൂപയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരം. UNAയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം 18ാം ദിവസത്തിൽ. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, കാലങ്ങളായി ഇവർ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഈ വേതനത്തിലെ വർധനവ്. ഈ നഴ്സുമാരുടെ ആവശ്യങ്ങളിലുള്ള സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയം ഇനി അംഗീകരിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നഴ്സുമാർ എത്തുന്നത്. അതേസമയം ഈ OP ബഹിഷ്കരണ സമരം 18ാം ദിവസത്തിലെത്തി നിൽക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ വലിയ തിരിച്ചടി അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടാവുന്ന ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നമുക്കിതിലൂടെ വ്യക്തമാവുന്നത്. TV പ്രസാദ്, അതുതന്നെയാണ് ആര്യ കീർത്തന പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇന്ന് പണിമുടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കി ഉയർത്തണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെയും സംസ്ഥാനത്ത് നഴ്സുമാരുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നിരുന്നു. അന്നെല്ലാം വേതന വർധനവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളുമെല്ലാം ഉണ്ടാവുമെങ്കിലും പക്ഷെ പിന്നീട് ഒന്നും നടന്നിരുന്നില്ല. നേരത്തെ 2023 വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം സർക്കാർ തലത്തിൽ ഉണ്ടായെങ്കിൽ പോലും അതുപോലും നടപ്പിലാക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു കടുത്ത സമരത്തിലേക്ക് അവർ നീങ്ങുന്നത്. ഇന്നിപ്പോൾ സമരം കഴിഞ്ഞ് തുടർ നടപടികൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നീട് ആലോചിക്കും എന്നാണ് നഴ്സസ് അസോസിയേഷൻ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പല നഴ്സുമാർക്കും വളരെ കുറഞ്ഞ ശമ്പളം മാത്രമാണ് പല സ്വകാര്യ ആശുപത്രികളും നൽകുന്നത്. ഈ സമരത്തിൽ ഈ സാഹചര്യത്തിൽ ഈ സമരത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പിന്നീട് സമരം തുടർന്നു പോകാനുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ശക്തമായ തിരിച്ചടി ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾക്കുണ്ടാകും. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ തന്നെ അവതാളത്തിലേക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. നിലവിൽ എന്തായാലും ഇന്ന് ആ രീതിയിലേക്ക് മുന്നോട്ട് പോവില്ല എന്നാണ് അറിയുന്നത്. ഇന്നിപ്പോൾ പ്രതിഷേധിക്കുന്ന നഴ്സുമാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. അതിനിടെ സാധാരണക്കാരായ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ സമരം ആ 17ാം ദിവസം കഴിഞ്ഞ് 18ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് 13 ദിവസം പൂർത്തിയാവുകയാണ്. പാവപ്പെട്ട മനുഷ്യർക്ക് ചികിത്സ കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയം സർക്കാർ നേരത്തെ ചർച്ച ചെയ്തെങ്കിലും അതിലൊരു തീരുമാനമുണ്ടായില്ല. പക്ഷേ ഇതിങ്ങനെ നീണ്ടുപോയാൽ പലരുടെയും ഓപ്പറേഷനുകൾ, സർജറികളൊക്കെ നീണ്ടു പോവുകയാണ്. പലർക്കും ചികിത്സ കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് KGM-CTA നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന്റെ ആകെയുള്ള റിസൾട്ട്. കീർത്തന, ശരി, എന്തായാലും മറ്റു വഴികളില്ലാതെയാണ് തങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് നഴ്സുമാർ പറയുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുണ്ട്. അതേസമയം മെഡിക്കൽ കോളേജിൽ OP ബഹിഷ്കരണം തുടരുകയാണ്. അതിൽ സാധാരണക്കാരാണ് വലയുന്നത്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.